കണ്ടോ നീ കുരുത്തക്കേട് കളിച്ചിട്ടാ മഴ പെയ്തത് അറിയോ? ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പിംഗ് അല്ല, ഒരു ഷിഫ്റ്റിംഗ് പ്ലസ് റോഡ് ട്രിപ്പ് വ്ളോഗാണ്. അപ്പോൾ ഇന്നലെ തലേന്ന് തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കൽ തുടങ്ങി. ഒരുപാട് സാധനങ്ങൾ അല്ലറ ചില്ലറ കുറേ സ്ഥലത്ത് കണ്ടില്ലേ, നമ്മൾ കാലൊരു തരി പോലെ സ്ഥലം വിടാണ്ടാണ് സാധനങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ ഇത് നമ്മൾ സ്വന്തം ബത്തേരി ടൗണാണ്. അപ്പോൾ നമ്മൾ തലേന്ന് സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി, പിന്നെ പിറ്റേന്ന് മോർണിംഗ് പോകണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആസ് യൂഷ്വൽ 12 മണിയായി. കുഴപ്പമില്ല, നമുക്ക് നല്ല റോഡൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് എത്തുന്നില്ലൊരു ഇതാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഈ വീഡിയോ ഫുള്ളും കാണാം. അപ്പം എൻ്റെ ഒരു പട്ടി ഷോ ഇത് പിന്നെ മെയിനായിട്ട് നമ്മൾ ബാക്കിൽ സാധനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടത്. എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം പാട്ട വരെ കാണുന്നുണ്ട് ബാക്കിൽ. അപ്പോൾ അത്രയും ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ചെറിയ കൊച്ചും കൂടി ഉണ്ടായതുകൊണ്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാട്ടിൻ്റെ ഒരു സൈഡിലെത്തിയപ്പോൾ ചെറിയൊരു പുഴ പോലെ കണ്ടു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് സമയമൊന്നും ഇല്ലായിരുന്നു അതിന്. പിന്നെ നമ്മളെ കുട്ടപ്പൈ പിന്നെ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ പോയി അങ്ങനെ ഞങ്ങൾ വയനാട് ബോർഡർ കടന്നു. അത് നമ്മളെ മുത്തങ്ങ ഫോറസ്റ്റൊക്കെ എത്തി. അങ്ങനെ നമ്മളെ പ്രതീക്ഷിക്കാതെ ഒരു ആനനെ കണ്ടു. എൻ്റെ മോള് ഭയങ്കര സന്തോഷമായിരുന്നു. ആന എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അവൾ. മാനിനെ കണ്ടു, ആനനെ കണ്ടു, പിന്നെന്താ വേണ്ടല്ലേ. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം കേട്ടോ ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പല്ല ലോങ് ആയിട്ട് പോണത്. പിന്നെ എൻ്റെ മോളെയും കൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ലോങ് ആയിട്ട് പോണത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഗുണ്ടൽപേട്ട എത്തി കേട്ടോ. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ പിടി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ബസ് സ്റ്റാൻഡാണ്, ഗുണ്ടൽപേട്ട ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡാണ് ദോശ കഴിക്കുന്നത്. ഗുണ്ടൽപേട്ട സ്റ്റാൻഡ് അടുത്ത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വലിയ വൃത്തിയൊന്നുമില്ല, പക്ഷെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. രണ്ട് മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തത്. നല്ലതായിരുന്നു, കുഴപ്പമില്ല, അഡ്ജസ്റ്റബിളാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോൾ നല്ല ഭംഗിയില്ലേ റോഡൊക്കെ കാണാൻ. അടിപൊളി റോഡാട്ടോ, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി റോഡാണ്. നല്ല മഴക്കാറുണ്ട്, അടിപൊളി മഴ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഫാസ്റ്റ് അടിച്ച് പോവാം, കാരണം പറഞ്ഞാൽ തീരാൻ ഒരുപാടുണ്ടാവും. മഴ പെയ്തു. മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ. ഞങ്ങൾക്ക് ഫ്രണ്ടിലൊന്നും വണ്ടിയൊന്നും റോഡൊന്നും കാണാൻ പറ്റുന്നില്ല, അത്രക്കും മഴയായിരുന്നു. പിന്നെ വേറൊരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും വീണ്ടും മഴ നിന്നു. ഇത് കണ്ടോ, മേഘങ്ങളൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെയില്ലേ. അപ്പം മഴയും കൊണ്ട് ഞങ്ങൾ ചെന്നു ആ സ്ഥലത്തേക്ക്, ഞങ്ങളെ ലൊക്കേഷൻ സ്ഥലത്തേക്ക് മഴയും കൊണ്ട് ചെന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ മോളുണ്ടായതുകൊണ്ട് ഇത്തിരി പേടിയായിരുന്നു, കാരണം അവൾ ഇത്രയും ലോങ് പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊന്നും അറിയില്ല. അത് അവൾ സുഖമായിട്ട് കിടന്നുറങ്ങി, ഇടയ്ക്ക് കച്ചറയായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്ത് കഞ്ഞിയെല്ലാം കൊടുത്ത് ഉഷാറാക്കി. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മൈസൂരിലെത്തി. മൈസൂരിൽ പിന്നെ നമ്മളെ പാലസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വെക്കേഷനായി അനങ്ങിയ ഒന്നെങ്കിൽ മൈസൂർ അല്ലെങ്കിൽ കോഴിക്കോട് ബീച്ച്. ഇതാണ് ഞങ്ങളെ വയനാട്ടുകാരുടെ മെയിൻ ഒരിത്. കുറേ ആടുകളൊക്കെ കണ്ടു കേട്ടോ. ഇനിയിപ്പോൾ ബക്രീദല്ലേ വരുന്നത്, അപ്പോൾ അതിൻ്റെ കുറേ ആടുകളെ കണ്ടു. നല്ല അടിപൊളി. ഇത് നമ്മളെ ബാംഗ്ലൂർ മൈസൂർ റോഡാണ്. എന്ത് സൂപ്പർ റോഡാണ്. നമ്മൾ ടോൾ ഗേറ്റ് എത്തി. ഭയങ്കര പൈസയാട്ടോ ടോൾ ഗേറ്റ്, അപാര പൈസയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇത് എനിക്ക് തോന്നുന്നു വണ്ടർലേൻ്റെ ഒരു സൈനാന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ബാംഗ്ലൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് അടുത്ത ടോൾ ഗേറ്റ്. പിന്നെ ലൊക്കേഷനിലോട്ട് ഇത്തിരി പാടുപെട്ടു, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ പോയി. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ സേഫായിട്ട് ലൊക്കേഷനിലെത്തി. മോള് എത്തിയതും നടക്കാൻ തുടങ്ങി, അതാണ് മെയിനായിട്ട്. ഇതൊരു ബെസ്റ്റ് വ്യൂ ഫ്രം ദ റൂമാട്ടോ, അടിപൊളിയാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട്. റൂം സെറ്റിംഗ്, പർച്ചേസിങ് കാര്യങ്ങൾ ഒരുപാടുണ്ട്. തളർന്നു സത്യം പറഞ്ഞാൽ. എന്തായാലും എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും കാണണം. അപ്പോൾ ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച്.